ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹെൽത്തി ആയിട്ട് പുഴുങ്ങിയ മുട്ട കൊണ്ടൊരു മയോണൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഓയിലൊന്നും ഇല്ലാതെ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ബ്രെഡിലും ചപ്പാത്തിയിലും ഒക്കെ തൂത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈസി ആയിട്ട് പെട്ടെന്ന് 2-3 മിനിറ്റ് പോലും നമുക്ക് എടുക്കത്തില്ല കേട്ടോ. പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് ഇതെല്ലാം ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയിലേക്ക് പോവാം. പുഴുങ്ങിയ മുട്ട കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടൊരു മയോണൈസ് ഉണ്ടാക്കാവേ. ഓയിലൊന്നും ചേർക്കാതെ പെട്ടെന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് പുഴുങ്ങിയ മുട്ട കൊണ്ട് ഓയിലൊക്കെ ചേർത്താണല്ലോ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നത്. നമുക്ക് ബ്രെഡിലും ഒക്കെ തൂത്ത് തിന്നാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാം. അപ്പം ഞാൻ 2 മുട്ട ഇതുപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ തോടൊന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പുഴുങ്ങിയ മുട്ട 4ആയിട്ട് ഒന്ന് കീറിയതിലേക്ക് ഇടാവേ. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസ് ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഓയിൽ ചേർക്കാതെ പുഴുങ്ങിയ മുട്ട കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടാവേ. 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പിടാം കേട്ടോ. 1/4 ടീസ്പൂൺ ഇടാം. ഇനി 1/4 ടീസ്പൂൺ പഞ്ചസാര ഇടാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടില്ലെങ്കിലും അതിന്റെ പകുതി ഇട്ടാലും മതി കേട്ടോ. ഞാനിപ്പം പകുതിയാണ് ഇടുന്നത്. ഈ 2.5 ടേബിൾ സ്പൂണ് പാല് ഒഴിക്കും. ഫ്രിഡ്ജിൽ വെക്കാത്ത തണുക്കാത്ത പാൽ ഒഴിക്കണം കേട്ടോ. നമ്മൾ ബട്ടറാണ്, 1 ടീസ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചുകൊണ്ട് വരാം. അപ്പം ബട്ടർ ഉപ്പ് ഉള്ളതാണെങ്കിൽ നമ്മൾ ഇടുമ്പോൾ ഉപ്പ് കുറച്ചിടണം. ഇത് ബട്ടർ ഉപ്പില്ലാത്തതായതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ടു നല്ലോണം ഒന്ന് നമുക്ക് അടിച്ചോണ്ട് വരാവേ. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. പെട്ടെന്നൊരു മയോണൈസ് തയ്യാറാക്കാൻ പറ്റും നമുക്ക് ഹെൽത്തി ആയിട്ട്. പുഴുങ്ങിയ മുട്ട കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് കണ്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മൾ എന്തെങ്കിലും ബ്രെഡിയൊക്കെ തേച്ച് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മയോണൈസ് ആണ്. ഓയിലൊന്നും ചേർത്തിട്ടില്ല. 2 വെളുത്തുള്ളി, ഇച്ചിരി ബട്ടർ ചേർത്തില്ലേലും ഇല്ല, അത് ഓപ്ഷനാന്ന് ഞാൻ പറഞ്ഞല്ലോ. ബട്ടർ ചേർത്തില്ലേലും കുഴപ്പമില്ല. നമുക്ക് ഇതിങ്ങനെ ചേർത്തുണ്ടാക്കാം. 2 പുഴുങ്ങിയ മുട്ടയാണ്. അത് ഹെൽത്തി അല്ലേ മുട്ട, പച്ചമുട്ടയല്ല, നമ്മൾ പുഴുങ്ങിയ മുട്ട കൊണ്ടാണ് ഇത്. നമുക്ക് ഇരിക്കും തോറും ഇച്ചിരി കൂടെ ഒന്ന് കട്ട് ചെയ്യാവും കണ്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാരെ. ഇതിനകത്ത് ആദ്യമേ ഞാൻ മുട്ടയും അതും എല്ലാം ഇട്ടപ്പം 2 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇടണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയതാണ്. വെളുത്തുള്ളി ഇട്ടാലും 2 കഷ്ണം വെളുത്തുള്ളി കേട്ടോ. 2 വെളുത്തുള്ളിയാണ്. 2 മുട്ടയ്ക്ക് 2 വെളുത്തുള്ളി. ഇതും കൂടി ഇട്ട് വേണം നമ്മൾ അരയ്ക്കാൻ. ഞാൻ മുട്ടയും കുരുമുളക് പൊടിയെല്ലാം ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ ഇടണം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. 2 മുട്ട കൊണ്ട് ഉണ്ടാക്കിയതാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലത് ഇരിക്കും തോറും നല്ല കട്ടിയായിട്ട് വരും. ഇത് നിങ്ങൾ കാണുമ്പോൾ നോക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ.